എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒട്ടും ഒരു സന്തോഷത്തോടു കൂടിയല്ല ഞാൻ ഇന്ന് ഈ ചടങ്ങിന് വന്നിരിക്കുന്നതും ഈ ചടങ്ങിന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും. സാധാരണ ഇത്തരം ചടങ്ങുകൾക്ക് പോകുമ്പോൾ നമ്മൾ വളരെ സന്തോഷപൂർവ്വമാണ് ആ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിക്കുക. പക്ഷേ ഇത് ഞാൻ ഒട്ടും സന്തോഷത്തോടുകൂടി ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം നമ്മുടെ ജീവിതാവസാനം വരെയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില ആളുകൾ പെട്ടെന്ന് നമ്മളെ വിട്ടുപോകുമ്പോൾ അത് കുറേ കാലത്തേക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമുക്ക് മൊബൈലിൽ നിന്ന് അവരുടെ പേര് മായ്ക്കാൻ പറ്റില്ല. എപ്പോഴും ഞാൻ ആ പേരുകളിങ്ങനെ എടുത്തു നോക്കും. അവർ നമുക്ക് സമ്മാനിച്ച നല്ല നല്ല ഓർമ്മകൾ നമുക്കിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ശ്രീനേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ സിനിമയിൽ വന്ന ആ കാലത്ത് തന്നെയാണ്. 1986 ഞാൻ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. 86 ഡിസംബറിലൊക്കെ ഞാൻ ശ്രീനേട്ടനെ ഞാൻ കോഴിക്കോട് വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ റിലീസാവുകയോ അല്ലെങ്കിൽ എൻ്റെ മുഖം ആർക്കും പരിചിതമാവുകയോ ചെയ്യാത്തൊരു കാലത്താണ് ശ്രീനേട്ടൻ ഞാൻ മീറ്റ് ചെയ്യുന്നത്. പക്ഷെ അന്ന് മുതൽ എന്നോട് വളരെ അടുപ്പവും സ്നേഹവും കാണിക്കുകയും പിന്നീട് ഞാൻ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാവം പാവം രാജകുമാരൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ ഡിസ്കസ് ചെയ്യാനായിട്ട് അതിൻ്റെ സംവിധായകൻ കമലും ശ്രീനേട്ടനും കൂടെ കോഴിക്കോട് മഹാറാണിയിലുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു തുടക്കക്കാരനാണെന്ന് പോലും കണക്കാക്കാതെ ശ്രീനേട്ടൻ എനിക്ക് ആ സിനിമയുടെ കഥ പറഞ്ഞു തരികയാണ്. ആ കഥയിൽ ഒരു കഥാപാത്രമായിട്ട് സിദ്ദിഖിനെ ഞങ്ങൾ കാസ്റ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ തുടക്കകാലം മുതൽ തന്നെ ശ്രീനേട്ടൻ എന്നെ കൂടെ ചേർത്ത് നിർത്തി കൂടെ ചേർത്ത് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആദ്യകാലത്ത് ഈ തമാശകൾ മാത്രം ഉള്ള സിനിമകളിൽ തമാശ റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ആദ്യമായൊരു സീരിയസ് ടച്ചുള്ള കഥാപാത്രം തരുന്നത് ശ്രീനേട്ടനാണ്. സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായ ഉദയഭാനു എന്ന് പറയുന്ന കഥാപാത്രം. പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്ന ഒരേ ഒരു സീനേ അതിനുള്ളൂ. ആ സിനിമയിൽ അഭിനയിച്ചതോടുകൂടിയാണ് എനിക്കൊരു നടൻ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള ഒരു അംഗീകാരം കിട്ടിത്തുടങ്ങിയത് സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ നിന്നാണ്. പിന്നീട് എൻ്റെ സിനിമാ യാത്രയിൽ എന്നും ശ്രീനേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. ഞാനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചടങ്ങുകൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും എല്ലാം ടീച്ചർക്ക് ഓർമ്മയുണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ശ്രീനേട്ടൻ വരും. അപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സിദ്ദിഖിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും ശ്രീനിവാസൻ ഉണ്ടാകുമല്ലോ. ശ്രീനേട്ടൻ അങ്ങനെ എല്ലായിടത്തും പോകുന്ന ഒരാളല്ല. എല്ലാവരും ക്ഷണിച്ചാൽ എല്ലാ ചടങ്ങിനും ഓടിയെത്തുന്ന ഒരാളല്ല. സിനിമാ സംബന്ധമായ പല പരിപാടികളിൽ പോലും ശ്രീനേട്ടൻ പങ്കെടുക്കാറില്ല. പക്ഷേ ഞാൻ ക്ഷണിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ശ്രീനേട്ടൻ സന്നിഹിതനായിരുന്നു. എൻ്റെ മകൻ്റെ കല്യാണത്തിനും രണ്ടാമത്തെ മകൻ്റെ കല്യാണത്തിനും മൂത്ത മകൻ്റെ മരണം നടക്കുമ്പോഴുമെല്ലാം ശ്രീനേട്ടൻ യാത്ര ചെയ്യാനും നടക്കാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നെങ്കിൽ പോലും ശ്രീനേട്ടൻ വന്നു എന്നെ സമാധാനിപ്പിക്കാൻ ശ്രീനേട്ടനുണ്ടായിരുന്നു. രണ്ടാമത്തെ മകൻ്റെ കല്യാണ സമയത്ത് ആ സന്തോഷത്തിൽ പങ്കുചേരാനും ശ്രീനേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളുടെ ഒരു സ്മാരകം വന്ന് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരുമെന്നൊരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇതിനെന്നെ വിളിക്കുമ്പോൾ ഞാൻ ഓടി വരാൻ കാരണം ഇതാണ്. ഞാൻ എന്ത് കാര്യത്തിനും വിളിക്കുമ്പോൾ ഓടിയെത്തിയ ശ്രീനേട്ടൻ്റെ ഒരാവശ്യത്തിന് ശ്രീനേട്ടൻ ഇല്ലെങ്കിൽ പോലും എനിക്ക് പങ്കെടുക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ ഒട്ടും ഒരു സന്തോഷത്തോടു കൂടിയോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ പോലും സാധിക്കാത്തതാണ്. ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുന്നത് മുഴുവൻ ഇന്ന് ശ്രീനേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചടങ്ങിൽ ശ്രീനേട്ടൻ വരികയും നമ്മളെല്ലാം ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാഴ്ചവെക്കുകയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കമൻറ്റുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമായിരുന്നു.